ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല രസമാണെന്ന് പണ്ട് കാർന്നവന്മാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതുപോലെയാണിപ്പം തൊട്ട അയൽവക്ക രാജ്യമായ നേപ്പാളിലെ പ്രശ്നങ്ങൾ കണ്ടിട്ട് പല ആളുകളും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നത്. കുറേ ആളുകൾ ആഘോഷിക്കുകയാണത്. നടൻ ജോയി മാത്യു ഇന്ന് രാവിലെ ഇട്ടത് കണ്ടു. നേപ്പാളിലെ ഫൈനാൻസ് മിനിസ്റ്ററെ മറ്റോ നടുറോട്ടിൽ തല്ലുന്നത് കണ്ടപ്പം അദ്ദേഹത്തിന് കൊതിയാവുന്നു എന്ന് നിങ്ങൾ പലരും കണ്ടു കാണും. അതൊക്കെ ദ്വയാർത്ഥ പ്രയോഗങ്ങളാണെന്ന് ബോധമുള്ള എല്ലാവർക്കും മനസ്സിലാവും. ഓക്കെ, അത് അദ്ദേഹത്തിൻ്റെ വിഷൻ. ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് ഈ നാട്ടിൽ ഇതുപോലൊരു കലാപം ഉണ്ടാക്കി കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അത് പുറം രാജ്യത്തുമുണ്ട്, നമ്മുടെ സ്വന്തം രാജ്യത്തുമുണ്ട്. പക്ഷേ ഇതുപോലൊരു പ്രശ്നമുണ്ടായാൽ അതുകൊണ്ടുണ്ടാകുന്ന നാശനഷ്ടങ്ങളും ദുരിതങ്ങളും എന്താണെന്ന് ഇത്തരം സംഭവങ്ങൾ കൂടി നമ്മുടെ ജനങ്ങൾ മനസ്സിലാക്കിയാൽ കൊള്ളാം. ശ്രീലങ്കയിലും ബംഗ്ലാദേശിലും ഇപ്പോൾ ഇതാ നേപ്പാളിലും ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ, ഒരു നാട്ടിലേക്ക് കലാപം വന്നാൽ എന്താണ് സ്ഥിതി. ന്യായങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി സമരങ്ങൾ ചെയ്യുന്നത് സാധാരണമാണ്. പക്ഷേ സ്വന്തം മുതലും സ്വന്തം നാടും കത്തിച്ച് ഇങ്ങനെ ഒരു സമരം ചെയ്തുകൊണ്ട് ആർക്കാണ് നേട്ടം? ഇനി വരുന്ന എത്രയോ തലമുറയ്ക്കാണ് അതിൻ്റെ ദോഷം വരാൻ പോകുന്നതെന്ന് ഇവർക്കാർക്കും മനസ്സിലാകാതെ പോകുന്നു. നമ്മുടെ അയൽ രാജ്യങ്ങളിലുണ്ടായ സംഭവങ്ങൾ കണ്ടെങ്കിലും നമ്മളെല്ലാവരും ഓർത്തിരിക്കുക, ജാഗരൂകരായിരിക്കുക. കാരണം നമ്മളെ തല്ലിക്കാൻ ഒരുപാട് പേര് ശ്രമിക്കുന്നുണ്ട്. ആ ഒരു സത്യം നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ, നേപ്പാൾ എത്രയോ മനോഹരമായൊരു നാടാണ്, ഒന്ന് വിസിറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു നാടാണ്. ആ നാട്ടിലിപ്പം എന്താണ് അവസ്ഥ? ആരൊക്കെയോ കുറച്ച് പേര് തുടങ്ങി വെച്ചത് ആർക്കും നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തി. പതിറ്റാണ്ടുകൾ കൊണ്ടുണ്ടാക്കിയ നേട്ടങ്ങളെല്ലാം വെറും 2-3 ദിവസം കൊണ്ട് കത്തി എരിഞ്ഞ് തീർന്നു. ഇതിൽ നിന്നെല്ലാം നമ്മളെല്ലാവരും ഓരോ പാഠങ്ങൾ ഉൾക്കൊള്ളണമെന്ന് മാത്രമാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത്. ഒറ്റക്കെട്ടായി നമ്മളെല്ലാവരും മുന്നോട്ട് പോവുക. ജയ് ഹിന്ദ്.